പ്രിയപ്പെട്ട ഒരുമ കുടുംബാംഗങ്ങളെ, കലാപ്രേമികളെ, സഹൃദയരെ, നാട്ടുകാരെ, മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നർമ്മത്തിന് മുൻതൂക്കം നൽകിയും നമ്മുടെ കുടുംബാംഗങ്ങളുടെ പിരിമുറുക്കം കുറയ്ക്കുന്നതിനും വേണ്ടി ഒരു നാടക സംഘം നിങ്ങളുടെ മുമ്പിൽ ഈ നാടകം അവതരിപ്പിക്കുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും നല്ല നാടകകൃത്തിനുള്ള പുരസ്കാരം 3 തവണ കരസ്ഥമാക്കിയിട്ടുള്ളതും ദില്ലി സഫ്ദർ ഹാഷ്മി പുരസ്കാര ജേതാവും നിരവധി തവണ ജനസംസ്കൃതിയുടെ നാടകോത്സവങ്ങളിൽ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ മയൂർ വിഹാർ ഫേസ് 3യുടെ അഭിമാന താരവും പ്രിയ കലാകാരനും നാടക സിനിമാ നടനും നാടകകൃത്തും സംവിധായകനുമായ ശ്രീ അനിൽ പ്രഭാകരൻ ഇരിഞ്ഞാലക്കുടയുടെ ശിക്ഷണത്തിൽ ഏറെക്കാലത്തെ ഒരുക്കത്തിന് ശേഷം നമ്മുടെ ഒരുമ കുടുംബത്തിലെ തീർത്തും നവാഗതരായ കലാകാരന്മാരെ കോർത്തിണക്കി ഒരുക്കുന്ന ഒരുമയുടെ എളിയ സംരംഭം നിങ്ങളെവരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ ഇന്നിവിടെ നിങ്ങളുടെ സമക്ഷം ഞങ്ങൾ സാദരം സമർപ്പിക്കുന്നു. ഇടിച്ചക്കപ്രാമോട് പോലീസ് സ്റ്റേഷൻ അടുത്ത 2 ബെല്ലോടുകൂടി ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. വിടമണി വീണയിൽ നീ വിരൽ തൊട്ടു, ആരഭികളാനന്ദ ഭൈരവികളാടി, സ്വരജതികൾ മധുമാസലഹരികൾ ചൂടി, വർഷമേഘം കണ്ട മയിൽ പോലെയാടി. ഇവിടമണി വീണയിൽ നീ വിരൽ തൊട്ടു, ആരഭികളാനന്ദ ഭൈരവികളാടി, സ്വരജതികൾ മധുമാസലഹരികൾ ചൂടി, വർഷമേഘം കണ്ട മയിൽ പോലെയാടി. ശിലയായുറങ്ങിയൊരു പത്മനാഭനീ, വിളിക്കുമ്പോൾ വിളി കേൾക്കും നിൻ ദൈവമാക്കി, ഉടവട്ട കീഴിലെ മലയാള മൊഴികളെ നീനാദസാഗര തിരമാലയാക്കി, നീനാദസാഗര തിരമാലയാക്കി. 99 വെള്ളപ്പൊക്കത്തിൽ കേരളത്തിലെ ഏതോ ഒരു ഓണം കേറാമൂലയിൽ ശക്തമായ ഇടിയും മിന്നലും പേമാരിയും ഉണ്ടായി. ഒരു പൊട്ടി വെള്ളം പൊങ്ങി, നാട്ടുകാർ പേടിച്ചു വിറച്ചു. അന്നാണ് ആ ഗ്രാമത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അമ്മച്ചിപ്ലാവിൽ ഇടിവെട്ടിയത്. അങ്ങനെ ആ നാൽക്കവല ഇടിവെട്ടിപ്ലാമൂടായി. കാലാന്തരത്തിൽ ആ പേര് മാറി ഇടിച്ചക്കപ്ലാമൂടായി രൂപാന്തരപ്പെട്ടു. പിന്നീട് ആ ഗ്രാമം വളർന്നു, പള്ളി വന്നു, പള്ളിക്കൂടം വന്നു, കടകൾ വന്നു, ബാർബർ ഷോപ്പ് വരെ വന്നു. അവസാനം ഒരു പോലീസ് സ്റ്റേഷനും വന്നു. കാലം പിന്നെയും കടന്നുപോയി. സന്മാർഗികളും നിഷ്കളങ്കരുമായ ഇടിച്ചക്കപ്ലാമൂട്ടുകാർക്ക് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജനം ചോദിച്ചു തുടങ്ങി. വർഷങ്ങളായി ഒരു കേസ് പോലും ചാർജ് ചെയ്യാത്ത പോലീസ് സ്റ്റേഷൻ എന്ന വിഖ്യാതി നേടി. കേസൊന്നുമില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കേസില്ലെങ്കിൽ എന്തിനാ പോലീസ് സ്റ്റേഷൻ എന്ന് നാട്ടുകാരും സർക്കാരും ഉറക്കെ ചിന്തിച്ചു തുടങ്ങി. ഇത് നമ്മുടെ സ്വന്തം ഇടിച്ചക്കപ്ലാമൂട് പോലീസ് സ്റ്റേഷൻ. What
ഏലമ്മേ ആ ഫോൺ എടുത്തേ. ഏലമ്മേ ആ ഫോൺ എടുത്തേ. ഏതെങ്കിലും പോലീസുകാരും മന്ത്രിമാരും വന്നിട്ടുണ്ടാവും. അവരുടെ അമ്മായിമാരെ 16 എടുത്തില്ലേ നാശങ്ങള്. ഏലമ്മേ ഫോൺ എടുക്കേ. ഹലോ, തിരുച്ചക്കപ്ലാവോട് പോലീസ് സ്റ്റേഷൻ. സ്പീക്കിംഗ്. എടാ തന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? തിരുച്ചക്കപ്ലാവോട് പോലീസ് സ്റ്റേഷൻ. താനെന്തൊരു മള്ളനാണോ? അയ്യോ സാറേ. ഓക്കെ സാറേ, ആയിക്കോട്ടെ സാറേ. ശരി സാറേ. എന്റെ ജോലി പോയി. ഞാൻ എന്റെ ചെറിയ അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു. ആഭ്യന്തരമന്ത്രി നമ്മളെ ഈ ഇടുക്ക പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുന്നു. കേസ് അന്വേഷണത്തിലാണ്. കേസ് അന്വേഷണത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊല്ലക്കൊടിന് സൂചി വെക്കാൻ വരുന്നു. അതായിപ്പോ നന്നായി തോന്നുന്നു സാറേ. യാതൊരു കേസില്ലാത്ത ഇടിച്ചക്കപ്പുള്ള അമൗണ്ടിലോട്ടാ കേസ് അന്വേഷിക്കാൻ വരുന്നത്. കേസ് ഇല്ലാത്തന്നെ ഇവിടെ കുഴപ്പം. 1-2 വർഷമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒറ്റ കേസെങ്കിലും ഇവിടെ കാണിച്ചിട്ടുണ്ടോ? കർത്താവേ, എത്ര കള്ളന്മാരും എത്ര പോലീസ് ബലാത്സംഗക്കാരും അങ്ങയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചോളൂ. ഒരു 2 എണ്ണത്തെങ്കിലും ഈ ഇടിച്ചക്കപ്പുള്ള അമൗണ്ട് പോലീസ് സ്റ്റേഷനിൽ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്റ്റേഷൻ ഒന്നും നന്നാവില്ലേ? നിങ്ങളത് ചുമ്മാ തോന്നുന്നു സാറേ. ഈ ചക്കപ്പപ്പടം വിചാരിച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരം കാണും. കൂടി വന്നാൽ ഈ സ്റ്റേഷൻ അടച്ചു കൂട്ടും. അത്രയല്ലേ ഉള്ളൂ. പിള്ളേ, സ്റ്റേഷൻ അടിച്ചു പൂട്ടിയാൽ നമ്മള് ദൂരെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും, അറിയാമോ? ഈ പോലീസ് സ്റ്റേഷൻ ഒരു റിസോർട്ട് ആക്കാന് സർക്കാർ തീരുമാനിച്ചെന്ന് കേൾക്കുന്നത്. സ്വിമ്മിംഗ് പൂളും ആയുർവേദ ചികിത്സയും ഉഴച്ചിലും പീഴ്ച്ചിലും എല്ലാം ഉണ്ടാകും. വിദേശികൾ ഇങ്ങോട്ട് ഒഴുകില്ലേ? ഒഴിച്ചതിന്റെ തന്നപ്പോഴേ ബെസ്റ്റ്. അതെന്താ? പണ്ടാരാണ്ട് ഒലക്കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞതിന് പേരിലല്ല ഇങ്ങോട്ട് തട്ടിയത്. ഇപ്പൊ ഒഴിച്ചിട്ടുണ്ടല്ലേ തങ്കപ്പിള്ളേ? രാവിലെ എണീറ്റ് പെരുമകളെ തേച്ച് ഒഴിഞ്ഞ് അങ്ങനെ കേസില്ലാത്തല്ലേ ഇവിടെ കുഴപ്പം. നിങ്ങൾ എവിടെയെങ്കിലും വരാണ്ട് കേസ് കൊണ്ട് ചാർജ് ചെയ്യേ. റിട്ടയർമെന്റ് ആകുന്നവരെ ഈ ഇടിച്ചക്കപ്ലാവിൽ താമസിക്കണമെന്ന് ആഗ്രഹം. 5-8 ഏക്കർ റബ്ബറൊക്കെ വാങ്ങിച്ചിട്ടുള്ളതല്ലേ. സാറിന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത് പഴയ സർവീസല്ലേ? ഒറ്റ വീട്ടിലല്ലോ. എന്തെങ്കിലും ഉപായം നോക്ക്. ഞാൻ അകത്തുണ്ടോ? കേസില്ലെന്ന് ആര് പറഞ്ഞു? വരുന്ന കേസൊക്കെ സംതിങ് വാങ്ങിയ കൊച്ചു ദിവസമൊക്കെയല്ലേ. അതുകൊണ്ടായി നാട്ടുകാരെല്ലാം സംതിങ് വിളിക്കുന്നത്. ആ കാര്യത്തിൽ നിങ്ങളൊന്ന് മോശക്കാരൊന്നല്ലോ. ഏലമ്മ പത്തിക്കൊത്തി അങ്ങ് മുറത്തി കയറുവാണല്ലോ. കുഞ്ഞുമോഹൻ സാറേ, തൂപ്പുകാരി മറിവിടെ പുറത്ത് കയറി കുത്തുന്ന കാര്യം ഇവിടെ ആയി കണ്ടിട്ടൊന്നും അടിക്കണ്ട. ഈ ഏലമ്മയുടെ ഒരു കാര്യം തമാശ പറയാൻ പറ്റിയുണ്ടോ? ഏലമ്മയുടെ ഈ ചൂരുതാര ഏലമ്മയ്ക്ക് നല്ലപോലെ ചേരുന്നത് കേട്ടോ. ഈ ഓണത്തിന് പുതിയ ഒന്ന് വാങ്ങിക്കണം. കേട്ടോ സാറേ, കഴിഞ്ഞ ഓണത്തിന് ഈ ഏലമ്മയുടെ ടീമിന്റെ തിരുവാതിര എന്നാ അടിപൊളിയാണെന്നറിയോ? ഏലമ്മയുടെ ആ സ്റ്റെപ്പുകളിലൊക്കെ ഞാനങ്ങ് മതിമറന്നിരുന്നു പോയി. പിന്നെ അതെ, കൊച്ചിലെ തന്നെ ഈ ഡാൻസും നൃത്തമൊക്കെ ശരീരത്തിൽ അങ്ങനെ ഇളകും. എല്ലാരും കൂടി ഓണം കളിച്ചാണ് നിന്നോ. മന്ത്രി എപ്പ വെള്ളം വരും? തൊപ്പി ധരിക്കാൻ നോക്കിയാ കൊള്ളാം. അതിന് തൊപ്പിയൊക്കെ പോലെ അല്ലേ? ഇത് ശരിയാ. തെങ്ങി കയറാതെ തെങ്ങിൽ നിന്ന് വീഴാൻ പറ്റില്ല സാറേ.
അല്ല അല്ല എലമ്പടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇപ്പോ ഓവർ ടൈം ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കോളാം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് കാണാം. അല്ലേ, പൊക്കോളൂ. ഞാൻ പോളും. ഈ ചീട്ടുകളെയും കഴിവുടിയല്ല നിങ്ങൾക്ക് നോക്കട്ടെ. ഒരു കാർ വന്നിട്ടുണ്ടല്ലോ. ബസ് സർക്കാർ കാറാ. മന്ത്രിയാണെന്ന് തോന്നുന്നു. തോമസ് സാറിനെ വിളിക്കാൻ. തോമസ് സാറേ വേഗം വാ. മന്ത്രി വരുന്നു. തോമസ് സാറേ. അനവലാദിക്ക് വരാൻ കണ്ട സമയം മനുഷ്യൻ ഉറക്കം പിടിച്ച് വരണ്ടായിരുന്നോ? അപ്പോഴേക്കും വന്നു. തൊപ്പി കാണാനില്ല. എന്റെ കുപ്പാചാര്യം വരാണ്ടിരിക്കാൻ വേണം. പിള്ളേരെ നാടകത്തിൽ കൊണ്ടുപോയതാ. എന്തിനാണ് വെറുതെ കള്ളം പറയുന്നേ? അത് പഠിച്ചാൽ നാടക കമ്പനിക്ക് വാടകയ്ക്ക് കൊടുത്താലോ? എല്ലാം കൂടെ തമാശ കളിച്ച് നിന്നോ? മന്ത്രി എപ്പോ വേണമെങ്കിൽ വരും. എവിടെയെങ്കിലും രണ്ട് കേസോട് കൊണ്ടുപോവാ. തൊപ്പിയിട്ട് അത് ചത്തുമായ രാമനാഥോട് നോക്കിയാ കടയുടെ വന്ന് ചാവാലിപ്പട്ടി എപ്പോഴും അതിനെങ്ങനെയാ? അതിനൊന്നും കൊണ്ടേ കളയാൻ എത്ര ആളായി പറയണു? പോലീസുകാരുടെ ഗമയല്ലേ? മന്ത്രി വരുന്നത്. നമുക്ക് ഒരു സല്യൂട്ടടിച്ച് സ്വീകരിക്കാം. സന്തോഷായി. നാട്ടുകാര് പറയണമെന്നല്ലോ. എന്തൊരു ബഹുമാനം ഇടിച്ചക്ക പ്ലാമൂട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക്. ഞാൻ സുലോചന വല്ലഭൻ നായർ, ഇടിച്ചക്ക പ്ലാമൂട്ടിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. അപ്പോ ദുശാസനം പിള്ളേ അല്ലേ പ്രസിഡന്റ്? വെള്ള മനസ്സിൽ കള്ള കൂടുതലുള്ളതുകൊണ്ട് കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ് ഞാനാണ് ഈ ഇടിച്ചക്ക പ്ലാമൂട്ടിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. സന്തോഷായി മാഡം. മാഡത്തിന് വീട്ടിൽ ആരൊക്കെയുണ്ട്? മേഡത്തിന്റെ ഭർത്താവ് വലിയൊരു മനുഷ്യനാണ്, ലംബോദരൻ പിള്ള. അപ്പോ വല്ലഭൻ നായർ. ഓ, അത് മേഡത്തിന്റെ തന്ത. അല്ല അച്ഛൻ. മേഡം വലിയൊരു അച്ഛമ്മയാണ്. ഇതിൽ മകൻ, അതിന്റെ പേര് ദൃഷ്. മേഡം, മേഡത്തിന്റെ മോന്റെ പേരെന്താണ്? ഇഷ്ടമിന്നൽ. കേട്ടല്ലോ, അത് തന്നെ. അല്ല, മാഡം വന്നതിന്റെ ആഗമനോദ്ദേശം പറഞ്ഞില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന് വധഭീഷണിയുണ്ട്. 2 കരിമ്പൂച്ചകളെ വേണം. അല്ല, ലംബോദരമുള്ള വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലോ. ആ പട്ടി വെറുതെ കുറയ്ക്കേ ഉള്ളൂ. അങ്ങേർക്കും ഇതേ സൂക്കേടാ. ആരെവിടുത്തെ സൈ? ഞാനാണ് മാഡം. കരിമ്പൂച്ചയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം വേണം. ഓണം വരികയില്ലേ, ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓണത്തിന് എല്ലാം അറ്റാക്ക് വരും. അത് ശരിയാ. മഴയും വെള്ളപ്പൊക്കവും കാരണം സാധനങ്ങളുടെ വില ഇങ്ങനെ കുതിച്ചു വരുമ്പോ അറ്റാക്ക് ഉണ്ടാകും. ആ അറ്റാക്കല്ല, തീവ്രവാദികൾ എന്നെ അറ്റാക്ക് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. കരിമ്പൂച്ചകളെ സജ്ജമായി നിർത്തണം. മാഡം, ഇവിടെ ആകെ 4 പൂച്ചകളോ? 1, 2, 3, 4. ഇത് കരിമ്പൂച്ചയാണോ ചാവാലി പൂച്ചയാണോ അറിയില്ല. പിന്നെ ഇത് പൂച്ചയല്ല, ഇത് പുലിയാണ്, പുലി.
പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ പോയിട്ട് നാളെ വരാം. മേഡത്തിന്റെ മകൻ ഫ്രഷ്. പേരെന്താണ്? കൃഷ്ണപിന്നൻ. ആ കേട്ടല്ലോ. ആ മഞ്ഞ പിറന്നാളാഘോഷമാണ്. മാഡത്തിന് മോനോടൊന്ന് കൺഗ്രാറ്റ്സ് പറയണേ. ഞാൻ ഒരു കൺഗ്രാസ്. പിറന്നാളൊക്കെ അല്ലേ സാറേ? ഹാപ്പി ബർത്ത്ഡേ അല്ലേ പറയട്ടെ. ഏതായാലും കലക്കി. ആ മന്ത്രി വരാറായിട്ട് നിങ്ങളിങ്ങനെ കളിച്ചു കളിച്ചു എവിടെയെങ്കിലും പോയി രണ്ട് പ്രതികളെ പിടിച്ചോണ്ട് വാ. സാറേ ഞാൻ വേറെ കൂടെ പോയിട്ട് വന്നാലോ? അങ്ങനെ താനുകാലമ്മ കൂടെ ഒന്ന് പോകണ്ട സാറേ. ഈ നായർ നല്ലൊരു നടനാ. ഇവിടെ നമുക്കൊരു പുതിയാട്ടം അവതരിപ്പിച്ചാലോ? പണ്ടേ ഇവിടെ ഒരു നാടകത്തില് യുദ്ധീഷിന്റെ വേഷം കെട്ടിയതാ. അങ്ങനെ ഇയാള് യുധിഷ്ഠിരൻ പിള്ളയായി അല്ലടോ? സാറേ ആരാ ഇങ്ങോട്ട് വരാമോ? ആ കേറി വാ. കേറി വാടാ. എന്താ എന്റെ പരാതി? പരാതി വാങ്ങിക്കാനേ നിങ്ങളിവിടെ ഇരിക്കുന്നത്. അല്ല വേണ്ട പരാതി ശരിയല്ല. അതെന്താ? ഇതേ ഞാൻ മന്ത്രിക്ക് നേരിട്ട് കൊടുത്തോളാം. മന്ത്രി വരട്ടെ. വായിക്ക. പ്രിയപ്പെട്ട പോലീസ് മന്ത്രിക്ക് ഇടിച്ചക്കപ്ലാമൂട് പഞ്ചായത്ത് കേട്ട് പഠിക്കും. 6-ാം വാർഡിൽ താമസിക്കുന്ന തങ്കപ്പൻ എന്ന ഞാൻ ബോധിപ്പിക്കുന്ന പരാതി. ഇടിച്ചക്കപ്ലാമൂട് പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാർക്കും ഒരു പണിയുമില്ലാതെ വീട്ടുകണിയും കള്ളുകൂടിയുമായി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അസൗകര്യം വരുന്ന രീതിയിൽ പെരുമാറുന്നു. അതുകൊണ്ട് ഈ സ്റ്റേഷൻ ഒരു ബിവറേജസ് ആക്കിയാൽ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് സൗകര്യമായിരിക്കും. ഈ അപേക്ഷ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ല്ലടോ ഇവ പൊന്നപ്പൻ. ഇതിൽ എന്റെ റൂള് പറഞ്ഞില്ല. എന്റെ ഏരമ്മേ നിന്റെ വിഹിതം എത്തിക്കാം. ആ ഇത് മതി. ഇനി ഇങ്ങനത്തെ പരാതി വല്ലതുണ്ടോ? അപ്പോ ഈ ഇടിച്ചക്കപ്ലാമൂട് പോലീസ് സ്റ്റേഷൻ ഒരു ബിവറേജസ് ആക്കുമെന്ന് പറഞ്ഞ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കും. അതന്നെ പിന്നെ അടിയെ ഇടിക്കല. ആരോ വരുന്നുണ്ട് കേട്ടോ. ആരോ വരുന്നു. നോക്കി ആരോ വരുന്നുണ്ട്. എന്തൊരു ബഹുമാനം. പോലീസ് സ്റ്റേഷനിൽ ഇത്ര ബഹുമാനം കേട്ടാ. ഞാൻ വിചാരിച്ചോളൂ മന്ത്രി ആയിരിക്കും.
അടുത്ത് കാണുന്നത് ശരിക്കും മലയാളം പോലെ നല്ല തൃശ്ശൂർ മലയാളം പറയുന്നു. അവിടെയൊക്കെ മലയാളം ഉണ്ടോ സാറേ? എവിടുന്ന് വരുന്നവരോട് കാട്ടുമാക്കെ എന്നിട്ട് തന്റെ പേര് കൃഷ്ണപിള്ള. അച്ഛന്റെ പേര് പാണ്ഡുന്നല്ലോ. സാറിന്റെ പേരെന്താ പറഞ്ഞേ? ആ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് യേശുക്രിസ്തു മതിയില്ല. എന്താ വന്ന കാര്യം? ഞാൻ ഒരുപാട് കാലം അമേരിക്കയിലായിരുന്നു. ഓ അതാണോ തന്റെ പ്രശ്നം? ഇവിടുത്തെ സാഹചര്യം അവിടെ തീരെ കിട്ടുന്നില്ലാന്നേ. ഞാനതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് പെട്ടെന്ന് സ്കൂട്ടായി. അപ്പൊ താൻ വന്ന കാര്യം? അതായത് അവിടുത്തെ സ്വാതന്ത്ര്യം കൂടിയില്ലല്ലോ. അതുകൊണ്ട് അമേരിക്കയില് ഭരണം തീരെ ശരിയല്ല. ഞാൻ പറഞ്ഞില്ല ഈ ഭരണമാണ് ശരിയാണെന്ന്. ഏത് ഭരണം പറഞ്ഞേ? ഞാൻ എന്റെ ഭാര്യ ജിൻസിയുടെ മോള് ഫാനിയുടെ ഭരണത്തെ കുറിച്ച് അവര് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ തീരെ ശരിയല്ല. ഇടിക്കോ സാറേ? ഇടിക്കോണ്ടാ നിങ്ങള് പിടിച്ച പോലത്തെ ഇടിയൊന്നല്ല. ഞാൻ കാണിച്ചു തരാം. എന്നാ പറ. ഇതുപോലെ ഇടിക്കുക അവരെന്നെ. അല്ല അവിടെ ഈ അമേരിക്കൻ ലൈഫൊക്കെ എങ്ങനെയാ? ലൈഫും വൈഫൊക്കെ ഒരേപോലെയാ. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഞാനൊരു മാറ്റം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ല അവരവിടുന്ന് തല്ലോടിച്ച് തന്നെ. ഞാൻ വന്നിട്ട് കാര്യം പറ, നിങ്ങൾ പ്രസംഗിക്കാതെ. അമേരിക്കയിൽ ഞാൻ എപ്പോഴും ചീട്ട് കളിച്ചിട്ട് എന്റെ കൈ ഇങ്ങനെ ഇളകാറില്ല. അതിന് വൈദ്യുതി കാണിക്കേ, അല്ലെങ്കിൽ നമ്മുടെ ഏലമ്മ ഒന്നാമത്തെ ഉത്സവകാരിയാ. പിന്നെ സാർ 2 മാസം കഴിഞ്ഞ് എഴുതേക്കും. പിന്നെ 2 മാസം നീണ്ട ചികിത്സ. അതല്ല ഈ ഇരിക്കണ നാട്ടുകാർക്ക് മുഴുവൻ ഈ പോലീസ് സ്റ്റേഷനെ കുറിച്ച് പരാതി ഉണ്ട്. സാറിനുണ്ടോ പരാതി? എനിക്കുണ്ട്. എന്താണോ ഈ പിടിച്ചക്ക പ്ലാമൂടെ പോലീസ് സ്റ്റേഷനിൽ എന്നും കള്ളുകൂടി ചീട്ടുകളിയാണ്. പിടിക്കണം? അമേരിക്കയിലെ ചീട്ട് കളിച്ചിട്ട് എന്റെ കയ്യെപ്പോഴും ഇങ്ങനെ 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 എങ്ങനെ ഇങ്ങനെ 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 ഓഹോ വണ്ടിയിൽ ഓന്റെ ഷാജിയുടെ വണ്ടിയിലെ ടീച്ചേഴ്സും ഉണ്ട്. ഒരു ഒഴിച്ചിലും കൂടി വേണ്ടി എന്ന് തോന്നണേട്ടാ. ആഭ്യന്തരമന്ത്രി എപ്പോ വേണമെങ്കിൽ വരും, മനസ്സിലായ? ആഭ്യന്തരമന്ത്രി നമ്മുടെ കുറിപ്പല്ലേ? അയാളും ഞാൻ അമേരിക്കയിൽ ഭയങ്കര കമ്പനിയായിരുന്നു. ഇവിടെ എന്താ ആഭ്യന്തരമന്ത്രി കുറിപ്പിന്റെ ഫോട്ടോ ഇല്ലാത്ത? കുറിപ്പിന്റെ കാര്യമല്ലേ സാറേ, വലിയ ഉറപ്പൊന്നും ഇല്ലതേ. അല്ല സാറേ, നമ്മളിവിടെ വീട്ടിൽ കളിക്കാൻ കണ്ണു പിടിക്കുകയൊക്കെ ചെയ്യുന്നത് മന്ത്രിമാർ കണ്ണൂർ വന്നാലോ? ഞങ്ങൾക്കാണ് യൂണിഫോമും ഇല്ല. പൊക്കാലേക്ക് വന്നപ്പോ അയാൾ എന്റെ വീട്ടിലെ താമസിക്കുന്നേ. ഞാനും അയാളും അയാളുടെ സെക്രട്ടറി പട്ടാളന്റെ അതിൽ പിടിച്ച് എന്തോരം വിധിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കി കളയാം. നീ അപ്പുറത്ത് പോയി വല്ല ചന്ദനമഴയോ നീ ഇപ്പൊ എന്തെങ്കിലും പോയി കണ്ടേ? നീലക്കുയില എന്റെ ദൈവമേ, തൃശ്ശൂർ ജോസ് തിയേറ്ററില് ഞാനും തിരുവല്ല ശങ്കരനും കൂടിയിട്ട് എന്തോരം എല്ലാരും ചൊല്ലണം കല്യാണ തഞ്ചിയിലെന്ന്. സാറേ സിനിമയല്ല, സീരിയലാ. ഞാൻ എന്റെ ബാല്യകാല സ്മരണയിലേക്കാണ് കടന്നു പോയത്. അല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ബാല്യകാല സ്മരണയ്ക്കായിട്ട് ഒരു പാട്ട് പാടിയല്ല? കായലരികത്ത് വലയെറിഞ്ഞപ്പം വലകിരുത്തിയ സുന്ദരി പെണ്ണു കെട്ടി മുറിയെടുത്തു കായലരികത്ത് വലയെറിഞ്ഞപ്പം വലകിരുത്തിയ സുന്ദരി. ആരാണോ അനുഭവമില്ലാതെ കയറി വന്നത്? ഞാൻ ഇവിടുത്തെ ഒരു പൗരൻ. എന്നാൽ പൗരൻ പോയി അവിടെ അങ്ങ് പോയി ഇരിക്കും.
ഞങ്ങളിവിടെ യൂട്യൂബ് ചാനൽ വന്നതിന്റെ ആഘോഷത്തിലാണ്. തനിക്കിവിടെ ഈ ഇടിച്ചക്കപ്ലാവോട് വെണ്ടക്കല്ലേ ഇടിച്ചക്കപ്ലാവോട് പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരാ. ഇടോ അത് എഴുതി വെച്ചത് നന്നായി, അല്ലെങ്കിൽ കള്ളുഷാപ്പാണെന്ന് തെറ്റിദ്ധരിച്ചേനെ. താനെന്തുട്ട് വർത്താനം പറയണേ? താൻ ആരോഗ്യ രാജാവ് മന്ത്രിയാണോ? ഞാൻ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രി. പുതിയ ആഭ്യന്തരമന്ത്രിയാ. ആ ജോയി അടിമാലി. ആ പുതിയ ആഭ്യന്തരമന്ത്രി ആണോ? ആ ആണോ? അതേന്ന് ശരിക്കും ശരിക്കും അതേന്ന് എണീക്കോ? എനിക്ക് പോകാതെ. അപ്പൊ കുറുപ്പ് സാറ് ഉറപ്പോ? ഉറപ്പ് ഫോൺ വിളിച്ച് ഒരു ഉറപ്പ് പറയാത്ത കാരണം പുറത്തായി. ഇടിച്ചക്ക പ്ലാമൂട്ടിൽ ഈ ന്യൂസ് എത്തുമ്പോഴേക്കും അടുത്ത ഇലക്ഷൻ ആയിട്ടുണ്ടാവും. എന്റെ സാറേ ടി വി ഒക്കെ ഇവിടെ ഉള്ളതാ. പക്ഷെ അതെല്ലാം ഈ ഏഴരയ്ക്ക് ശരിയാണെന്ന് വെക്കുള്ളൂ. അയ്യോ, ഞാൻ മാത്രമല്ല സാറേ, ആ തൂപ്പുകാരി കാണാം. തൂപ്പുകാരി ന്യൂസ് പേപ്പർ കൊണ്ടുപോകും. ഇവരാരാ? ഇത് ചുപ്പിയേട്ടൻ അമേരിക്കയിൽ വന്നാൽ നമ്മുടെ സ്റ്റേഷൻ കാണാൻ. ആ സന്തോഷത്തിൽ ഞങ്ങൾ വന്ന് ഇതാരാടും? ഇതൊരു പുള്ളിയാ സാറേ. ഈ ഇടിച്ചക്കപ്ലാമൂട് പോലീസ് സ്റ്റേഷൻ ഒരു ബിവറേജസ് ആക്കണം എന്ന് പറഞ്ഞ് പരാതി തരാൻ വന്നതാ. വെരി ഗുഡ്. ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്താ പറയുക? അതെ മാഡം, മാഡത്തിന് എന്തെങ്കിലും പരാതിയില്ലെങ്കിലേ ആ മന്ത്രിയോട് മന്ത്രിയോട് പറഞ്ഞു. അയ്യോ മന്ത്രിയായിരുന്നു മന്ത്രി ആദ്യമായിട്ടാ ഒരു മന്ത്രിയെ നേരിട്ട് കാണുന്നത്. മന്ത്രിമാരൊക്കെ നല്ല സുന്ദരന്മാരാണല്ലോ. നല്ല കൂട്ടാണല്ലേ സാറേ. ഞാൻ സുലോചന വല്ലഭൻ നായർ, ഇടിച്ചക്കപ്ലാമൂട്ടിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. വളച്ചു കെട്ടാതെ കാര്യം പറയൂ. ആ നിൽക്കുന്നത് എന്റെ ഒരു പ്രവർത്തനം ഒന്ന് വിട്ടയക്കണം സാറേ. ഈ ഇടിച്ചക്കപ്ലാമൂട് പോലീസ് സ്റ്റേഷൻ ഒരു ബിവറേജ് പറഞ്ഞ ഇതിനെ നിർത്തടോ. നമ്മൾ പണിയെടുക്കുന്ന ഓരോ സ്ഥാപനങ്ങളും പരിപാവനമാണ്. അത് പോലീസ് സ്റ്റേഷൻ ആയാലും സിവിൽ സ്റ്റേഷൻ ആയാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും അതിന്റെ മഹത്വം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മദ്യപാനവും കള്ളത്തരവും ചതിയും വഞ്ചനയും ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഈ ഇടിച്ചക്കപ്ലാമൂട്ട് പോലീസ് സ്റ്റേഷനിൽ കുറ്റവാളികൾ ഉണ്ടാകാതിരുന്നത്. അത് നമ്മൾ നിലനിർത്തണം. മദ്യപാനവും അതുകൊണ്ട് ഈ ഇടിച്ചക്കപ്ലാമൂട്ട് പഞ്ചായത്ത് ഒരു മാതൃകാ പഞ്ചായത്തായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇന്നു മുതൽ ഈ പഞ്ചായത്തിൽ ആരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇതൊരു മാവേലി നാടാവട്ടെ. ഇതൊരു മാവേലി നാടാവട്ടെ. മാവേലി നാടു അണിരുങ്ങാലും പോലെ ആപത്തോടെ മതിക്കും കാലം ആപത്തങ്ങാക്കും നമുക്ക് ഇടിച്ചക്കപ്ലാമൂട് പോലീസ് സ്റ്റേഷനിലെ അന്തേവാസികളെ പരിചയപ്പെടാം.
SI തോമസ്, തോംസൺ ഫ്രാൻസിസ് കുന്നംകുളം, കോൺസ്റ്റബിൾ ഏലമ്മ, മനുശ്രീ മണികണ്ഠൻ, കോൺസ്റ്റബിൾ യുധിഷ്ഠിരൻ പിള്ള, ജോസ് അഗസ്റ്റിൻ ഇരട്ടി, കോൺസ്റ്റബിൾ തങ്കപ്പൻ പിള്ള, തോമസ് കുര്യൻ ഈര, കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദ്, സജിമോൻ മാത്യു റാന്നി, പഞ്ചായത്ത് പ്രസിഡന്റ് സുലോചന വല്ലഭൻ നായർ, അയന എസ് ആനന്ദ്, പ്രസിഡന്റിന്റെ PA ബിന്ദു പണിക്കർ കായംകുളം, പരാതിക്കാരൻ കിരൺ വർഗീസ് ഉപ്പുതറ, കിട്ടൂപ്പ് അരനാട്ടുകര പ്രാഞ്ചി, മന്ത്രി ജോയിച്ചൻ തലവടി, പശ്ചാത്തല സംഗീതം, തിരക്കഥ, സംവിധാനം അനിൽ പ്രഭാകരൻ ഇരിങ്ങാലക്കുട.